ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പരിപ്പും ഇടിച്ചക്കയൊക്കെ ചേർത്തിട്ട് ഒരു നാടൻ കറി ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: ഇത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് കുറേ ടൈപ്പിലുള്ളതുണ്ട്. ഇത് കുറച്ച് വലിയ ടൈപ്പ് തുവരപ്പരിപ്പാണ്. 2-3 ടൈപ്പിലുള്ളതുണ്ട്. ഇതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റുള്ള തുവരപ്പരിപ്പ്. ഇത് എൻ്റെ കയ്യിൽ 2 കൈ നിറയെയാണ് ഞാൻ പരിപ്പ് എടുത്തിരിക്കുന്നത്. 2 കൈ ഫുള്ളായി എടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടിച്ചക്കയും കൈ നിറയെ ഒരു 4 കൈ ഫുള്ളായി എടുത്തതാണിത്. പിന്നെ ഒരു 1/4 മുറി ഉള്ളി, സവാള, ഒരു 1/4 മുറി തക്കാളി. ഇനി നമുക്ക് ഇതൊക്കെ കുക്കറിൽ വേവിക്കാനിടാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. പരിപ്പും ചക്കയും മുങ്ങാൻ ആവശ്യമായ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 4-5 വിസിലടിയുന്നത് വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് അത് വേകുന്ന സമയം കൊണ്ട് അതിൽ അരച്ച് ചേർക്കാനുള്ള എന്തൊക്കെ സാധനങ്ങളെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഈ വലിയ ടേബിൾ സ്പൂണിന്, സാധാരണ ടേബിൾ സ്പൂണല്ല, അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ടേബിൾ സ്പൂണിന് 4 സ്പൂണാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 അല്ലി ചെറിയ ഉള്ളി. ഇതെല്ലാം മിക്സിയുടെ ബൗളിൽ ഇട്ട് കൊടുക്കാം. അരയാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുറച്ചേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യമായ പച്ചമുളകും ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതുകൂടി ചേർത്ത് അരച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. മുളക് പൊടിയുടെ ആവശ്യമില്ലാത്തവർക്ക് പച്ചമുളക് മാത്രം അരച്ചാലും മതി. ഇപ്പോൾ 4 വിസിലടിഞ്ഞ പരിപ്പും ഇടിച്ചക്കയുമാണ്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വെന്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഈ കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് ഉടച്ചെടുക്കണം. നന്നായി ഉടക്കണ്ട, ചെറുതായി ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഒരുവിധം ഞാൻ ഉടച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു നാടൻ കറിയുടെ മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇത് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള കറിയാണ്. അതുപോലെ തന്നെ കറിക്ക് നല്ല യെല്ലോ കളറാണ്. വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കളറ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇന്ന് പലരും ഇടിച്ചക്ക കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കൽ കുറവാണ്. വളരെ ഹെൽത്തി ആയൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടിച്ചക്ക എളുപ്പത്തിൽ മുറിക്കുന്ന രീതി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം കറി ഒരിക്കലും കൂടുതൽ നേരം തിളപ്പിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിന് വറവിട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ കറിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ഇടിച്ചക്ക പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.